ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്നെ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? പറയാം. സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ കാണിക്കുന്ന ഡിജിറ്റൽ ഇല്ലസ്ട്രേഷൻസിൽ 3 കഥകളാണ് കാണിക്കുന്നത്. ഈ 3 കഥകൾ പല കാലഘട്ടങ്ങളിൽ നടക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ കഥകൾ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആവുക എന്നത് ഇനിയുള്ള പാർട്ടുകളിലായിരിക്കും വ്യക്തമാവുക. ഇനി ഇറങ്ങാൻ പോകുന്ന പാർട്ടുകളിലും ഇതേപോലെ ഓപ്പണിംഗ് ക്രെഡിറ്റ് സീനുകളിൽ കഥകൾ ഉണ്ടായിരിക്കും. ഈ കഥകളെല്ലാം ചേർത്ത് പൂർണ്ണമായ ഒരു സ്റ്റോറിയിലേക്ക് അവസാന പാർട്ടിൽ എത്തിക്കാനായിരിക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ മറ്റൊരു ഗ്രഹത്തിലെ രാജ്ഞി മൂത്തോനെ ഭൂമിയിലേക്ക് വിടുന്നതായി കാണിക്കുന്നുണ്ട്. ഈ രാജ്ഞി ഇഷ്താറിന്റെ അമ്മയാണ്. ഓപ്പണിംഗ് ക്രെഡിറ്റ് സീൻ കഴിയുമ്പോൾ നിഷാന്ത് സാഗറിന്റെ കഥാപാത്രം ഇഷ്താറിന്റെ കാര്യം പറയുന്നുണ്ട്. ഇഷ്താർ എന്നത് ഒരു ഏൻഷ്യന്റ് മെസപ്പൊട്ടോമിയൻ ദേവതയാണ്. ഈ ഇഷ്താർ വീനസ് ഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഗ്രഹം ഒരുപക്ഷെ വീനസ് ആയിരിക്കാം. ഈ ഇഷ്താറിന്റെ മദർ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗ്രഹം കണ്ടുപിടിക്കാനായിരിക്കാം മൂത്തോനെ അയച്ചത്. അങ്ങനെ ആ ഗ്രഹം കണ്ടുപിടിക്കാനായി മൂത്തോൻ പുറപ്പെടുകയും അവസാനം ഭൂമിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. മൂത്തോൻ ഭൂമിയിൽ എത്തിയപ്പോൾ ഇവിടെ ജീവന്റെ പല സ്രോതസ്സുകളും ഉണ്ടെന്ന് മനസ്സിലായി. ഭൂമിയെപ്പറ്റി ഇഷ്താറിന്റെ അമ്മ അറിഞ്ഞാൽ ഇവിടെയുള്ള മനുഷ്യരെ ഒരു ഭീഷണിയായി കാണുമെന്ന് മൂത്തോൻ മനസ്സിലാക്കുകയും ഇവിടെയുള്ള മനുഷ്യരെ രക്ഷിക്കാൻ താൻ വന്ന പേടകം നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തന്റെ ഗ്രഹവുമായുള്ള എല്ലാ ബന്ധങ്ങളും മൂത്തോൻ ഉപേക്ഷിക്കുന്നു. അക്കാലത്ത് ആദ്യകാല മനുഷ്യരായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നത്. തന്റെ ആന്തരിക ആത്മാവിന്റെ ശക്തി ഉപയോഗിച്ച് മൂത്തോൻ അവരുടെ മസ്തിഷ്ക കോശങ്ങളുടെ വികസനം വർദ്ധിപ്പിക്കുകയും അവരെ പലതും പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. തീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് മൂത്തോൻ അവരെ പഠിപ്പിച്ചു. ഇതിലൂടെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു മഹത്തായ മനുഷ്യ സംസ്കാരത്തിന് ഭൂമിയിൽ അടിത്തറയിടുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം താൻ അയച്ച മൂത്തോനെ അന്വേഷിച്ച് ഇഷ്താറിന്റെ അമ്മ പടയാളികളുമായി പുറപ്പെടുന്നു. അങ്ങനെ അവർ ഭൂമി കണ്ടെത്തുകയും ഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഒരു ദിവസം ആ ഗ്രഹത്തിൽ നിന്ന് തന്നെ അന്വേഷിച്ച് അവർ വരുമെന്ന് മൂത്തോൻ അറിയാമായിരുന്നു. എന്നാൽ അവരെ ഒറ്റയ്ക്ക് നേരിടാൻ തനിക്ക് സാധിക്കില്ല എന്ന് മൂത്തോൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഭാവിയിൽ അവരെ നേരിടാനായി തന്റെ ആളുകളെ മൂത്തോൻ ശക്തരാക്കുകയും ചെയ്തു. ഭൂമിയിലെത്തിയ ഇഷ്താറിന്റെ അമ്മയും പടയാളികളും ഭൂമിയിലെ അനന്ത സാധ്യതകളും ഭൂമിയിൽ അടങ്ങിയിരിക്കുന്ന എണ്ണമറ്റ ഊർജ്ജ സ്രോതസ്സുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഭൂമിയിലെ മനുഷ്യരെ അടിമകളാക്കി അവർക്കായി ബഹിരാകാശ വാഹനങ്ങളും ജീവിത ആവാസ വ്യവസ്ഥകളും നിർമ്മിക്കുന്നു. ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി. മൂത്തോൻ തന്റെ ശക്തിയും ജ്ഞാനവും സ്വാധീനവും വളർത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു നാൾ തനിക്ക് അനുയോജ്യമായ നിമിഷം വന്നപ്പോൾ മൂത്തോൻ ഇഷ്താറിന്റെ അമ്മയുമായി യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിൽ മൂത്തോൻ അവരെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഒരു അന്യഗ്രഹ പേടകം സമുദ്രത്തിന്റെ അടിയിൽ പതിക്കുന്നതായിട്ടാണ്. ആ പേടകത്തിൽ ഉണ്ടായിരുന്നത് ഇഷ്താർ ആയിരുന്നു. അവരെ അതിൽ നിന്നും കുറച്ച് ആൾക്കാർ രക്ഷിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ടോവിനോയുടെ കഥാപാത്രമായ മൈക്കിൾ എന്ന ചാത്തൻ പറഞ്ഞ കണ്ടാൽ തന്നെ പോലെ ഇരിക്കുന്ന 389 ചാത്തന്മാരെ കുറിച്ചാണ്. ഒരുപക്ഷെ ഇഷ്താറിന്റെ സ്വാധീനം കൊണ്ടായിരിക്കാം ഒരേപോലെ ഇരിക്കുന്ന ഈ കുട്ടിച്ചാത്തന്മാർ ജനിക്കുന്നത്. ഈ ചാത്തന്മാർ ഒരുപാട് മനുഷ്യരെ കൊല്ലുന്നത് പിന്നീട് കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് കാട്ടിൽ ചെന്നായ്ക്കളോടൊപ്പം താമസിക്കുന്ന ഒരു വേട്ടക്കാരനെയാണ്. അത് ദുൽഖറിന്റെ കഥാപാത്രമാണ്. പിന്നീട് ഈ കഥാപാത്രം ഒരു യോദ്ധാവായി മാറുകയും തങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായി പോരാടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ദുൽഖറിന്റെ കഥാപാത്രവും എതിരെ നിൽക്കുന്ന രാജാവും എതിർപ്പുകൾ മാറ്റിവെച്ച് ഒരുമിച്ച് ഒരു സഖ്യമുണ്ടാക്കി ശത്രുക്കളെ നേരിടുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് ഇഷ്താറിന്റെ പടയാളികളും ചാത്തന്മാരും വീണ്ടും മനുഷ്യരെ ആക്രമിച്ച് കൊല്ലുന്നതാണ്. ആ സമയം മൂത്തോൻ അവിടെ രക്ഷകനായി വീണ്ടും വരുന്നു. അതിനുശേഷം കാണിക്കുന്നത് മൂത്തോൻ തന്റെ വടി മറ്റൊരാൾക്ക് കൈമാറുന്നതായാണ്. അയാളുടെ രൂപം കണ്ടിട്ട് സണ്ണി വെയിൻ അവതരിപ്പിച്ച കത്തനാരുടെ കഥാപാത്രം അവനാണ് സാധ്യത. മൂത്തോൻ വടി കത്തനാരെ ഏൽപ്പിക്കുകയും ദൗത്യങ്ങൾ പൂർത്തിയാക്കാനും പോരാട്ടങ്ങളിൽ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു ഇല്ലസ്ട്രേഷനിൽ ഒരു അമ്മയും കുഞ്ഞും വളർന്നു വരുന്ന ഒരു മഹാനഗരത്തിലേക്ക് നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇഷ്താറിന്റെ ക്യാരക്ടർ സിംബലൈസ് ചെയ്യാനും നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചുപിടിക്കാനും കീഴടക്കാനുമുള്ള ആഗ്രഹത്തോടെ ചിന്തിച്ചു നിൽക്കുന്നതായി കാണിച്ചതുമായിരിക്കാം. ഏറ്റവും അവസാനം കാണിക്കുന്നത് നഗരത്തിൽ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്തിന്റെ രക്ഷകനായി മൂത്തോൻ നിൽക്കുന്നതായാണ്. അതായത് ഈ ലോക യൂണിവേഴ്സിലെ ഏറ്റവും ശക്തനായ കഥാപാത്രമാണ് മൂത്തോൻ. സിനിമയിലേക്ക് വരുമ്പോൾ ബാംഗ്ലൂരിലേക്ക് ചന്ദ്ര വന്നിറങ്ങുന്ന ഫസ്റ്റ് സീനിൽ റെയിൽവേ സ്റ്റേഷനിലെ സ്ക്രീനിൽ ഒരു പരസ്യം കാണിക്കുന്നുണ്ട്. ദ മൂൺ വാക്കർ മാജിക് കമ്പനി പ്രസൻസ് എന്ന് പറഞ്ഞ് പോപ്പ് എന്ന പ്രോഗ്രാമിന്റെ പരസ്യമായിരുന്നു അത്. സിനിമയിൽ പിന്നീട് മൈക്കിളിന്റെ ഹെൽത്ത് സെന്റർ കാണിക്കുമ്പോൾ അവിടെ തറയിൽ ഈ മാജിക് പ്രോഗ്രാമിന്റെ പോസ്റ്ററുകൾ കിടക്കുന്നതായി കാണാം. ചാത്തന്മാരിൽ ഒരാളായ ടോവിനോയുടെ കഥാപാത്രമായ മൈക്കിൾ നടത്തുന്ന പ്രോഗ്രാമാണത്. ഈ സീനിൽ ഷൂലേസ് അഴിഞ്ഞു പോകുമ്പോൾ നസ്ലിന്റെ കഥാപാത്രമായ സണ്ണി അത് കാലുകൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഒരു സ്ട്രീറ്റ് മജീഷ്യൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചെയ്തിരുന്നുവെന്ന്. ആ സ്ട്രീറ്റ് മജീഷ്യൻ ടോവിനോയുടെ മൈക്കിൾ എന്ന കഥാപാത്രം തന്നെയാണെന്ന് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ റീല് കാണിച്ചു കൊടുക്കുന്നതിലൂടെ കാണിക്കുന്നുണ്ട്. ചന്ദ്ര സണ്ണിയെ ആദ്യമായി കാണുന്ന സീനിൽ ചന്ദ്രയുടെ ഫ്ലാറ്റിന്റെ കളർ റെഡ് ആയും സണ്ണിയുടെ ഫ്ലാറ്റിന്റെ കളർ ലൈറ്റ് ബ്ലൂ ആയിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ക്ലാസിക് കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ്. ചന്ദ്രയുടെയും സണ്ണിയുടെയും ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന കളറുകളായിരുന്നു റെഡും ലൈറ്റ് ബ്ലൂ. ഈ ഒരു കോൺട്രാസ്റ്റ് കളറിലൂടെ മാത്രമല്ല അവരുടെ രണ്ടുപേരുടെയും പേരുകളിലൂടെയും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ചന്ദ്ര ആൻഡ് സണ്ണി, സൂര്യനും ചന്ദ്രനും. ഇതൊരു ക്ലാസിക് എക്സാമ്പിൾ ഓഫ് കോൺട്രാസ്റ്റ് ആണ്. സൂര്യൻ സ്വയം പ്രകാശവും ചൂടും സൃഷ്ടിക്കുന്ന ഒരു നക്ഷത്രമാണെങ്കിൽ ചന്ദ്രൻ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഉപഗ്രഹമാണ്. നിരവധി വിപരീത സ്വഭാവ സവിശേഷതകളാണ് ഇവയ്ക്ക് രണ്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെയും സണ്ണിയുടെയും പേരുകൾ അത്രയും ആപ്റ്റ്
ആയിരുന്നു ഈ സിനിമയിൽ. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ചന്ദ്ര പ്രകാശിനോട് സംസാരിക്കുന്നത് ഒരു വിന്റേജ് റെഡ് ടെലിഫോണിലാണ്. പ്രകാശ് മൂത്തോന്റെ ബേസിൽ നിന്ന് വിളിക്കുമ്പോഴും ഇതേ വിന്റേജ് റെഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാനായി ഈ സീനിൽ ചന്ദ്ര സണ്ണിയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങുന്നുണ്ട്. ചന്ദ്ര മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. അതിനാൽ ഈ ചുവന്ന ടെലിഫോണുകൾ മൂത്തോനും കൂട്ടാളികളും പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കാം. ഹോളി ഗ്രെയിൽ കഫേയിലും ഇതേപോലെ ഒരു ടെലിഫോൺ ഉണ്ട്. അതിലാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ചന്ദ്ര പ്രകാശിനോട് സംസാരിക്കുന്നത്. പക്ഷെ മൈക്കിളിന്റെ ക്ലിനിക്കിൽ വെച്ച് നസ്ലിന്റെ ഫോണിലാണ് പ്രകാശിനെ ചന്ദ്ര കോൾ ചെയ്യുന്നത്. ഈ സിനിമയുടെ ടൈറ്റിലിൽ ചന്ദ്രയുടെ ആയുധമായ കത്തി കൊടുത്തിരിക്കുന്നതായി കാണാം. വളരെ മൈന്യൂട്ടായിട്ടാണ് ഈ കത്തിയുടെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. കുഡോസ് ടു എസ് കുഞ്ഞമ്മ ആൻഡ് ഹിസ് ടീം. ചാപ്റ്റർ 2-ൽ ചാത്തന്റെ കഥയായിരിക്കുമെന്ന് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 2-ന്റെ ടൈറ്റിലിൽ മൈക്കിൾ ഉപയോഗിക്കുന്ന കാർഡിലെ സിംബൽസ് ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. സിനിമയുടെ ഡയറക്ടറായ ഡൊമിനിക് അരുൺ ഒരു ആർസണൽ ഫാനാണ്. അതുകൊണ്ട് തന്നെ സണ്ണി താമസിക്കുന്ന റൂമിൽ ആർസണൽ ടീമിന്റെ ജേഴ്സിയും ഹെൻറി സാക്ക ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫിഫ ഗെയിം കളിക്കുന്നതും ആർസണലിൽ വെച്ചിട്ടാണ്. നാഞ്ചിപ്പയുടെ വാർത്ത ചന്ദ്ര മൊബൈലിൽ കാണുമ്പോൾ താഴെ ആർസണൽ കോച്ച് ആർട്ടേറ്റയുടെ പ്രസ് കോൺഫറൻസിന്റെ വീഡിയോ റെക്കമെൻഡേഷനും ചന്ദ്രയുടെയും സണ്ണിയുടെയും വാർത്ത കാണിക്കുമ്പോൾ ആർസണൽ ടോട്ടൻഹാമിനെ 3 ഗോളിന് തോൽപ്പിച്ച ഫ്ലാഷ് ന്യൂസും കാണിക്കുന്നുണ്ട്. വൺസ് എ ഗണ്ണർ ആൾവേസ് എ ഗണ്ണർ. ഈ സീനിൽ വേണു ഒരു ആർസണൽ ജേഴ്സി ഇട്ടിരിക്കുന്നതായും നൈജിൽ ഒരു ലിവർപൂളിന്റെ ജേഴ്സി ഇട്ടിരിക്കുന്നതായും കാണാം. നൈജിലിന്റെ വേഷം അവതരിപ്പിച്ച അരുൺ കുര്യൻ ഒരു കട്ട ലിവർപൂൾ ഫാനാണ്. സിനിമയുടെ തുടക്കത്തിൽ അന്നാബെന്നിന്റെ കഥാപാത്രം പൂച്ചയെ തിരിച്ച് സണ്ണിക്ക് കൊടുക്കാനായി വരുന്നുണ്ട്. ഈ സമയം അവിടെ ഫ്ളാറ്റിന്റെ ഡോറിൽ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ആ പൂച്ച റോഡിലേക്ക് പോയതുകൊണ്ട് അതിനുശേഷം ഡോറിൽ കീപ് ഡോർ ക്ലോസ്ഡ്, ഡോണ്ട് ലെറ്റ് ജാങ്കോ ഔട്ട്, നോ മാറ്റർ വാട്ട് ഹി ടെൽസ് യു എന്ന് വാണിംഗ് കൊടുത്തിരിക്കുന്നതായി കാണാം. ചന്ദ്രയുടെ ഷെൽഫിൽ ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വാർ ഓഫ് ദ ഗോഡ്സ് വെയർ അസ്ട്രോണോട്സ്, ഇമ്പോസിബിൾ ട്രൂത്ത് എന്നീ ബുക്കുകളും കാണാം. ഈ 3 ബുക്കുകളും എഴുതിയത് എറിച്ച് വോൺ ഡാനിക്കൻ എന്ന ആളാണ്. പുരാതന നാഗരികതകളെ അന്യജീവികൾ സ്വാധീനിച്ചിരുന്നുവെന്നും അന്യഗ്രഹ ജീവികൾ അവർക്ക് നൂതന സാങ്കേതിക വിദ്യയും അറിവും നൽകിയിരുന്നുവെന്നാണ് തന്റെ ബുക്കുകളിലൂടെ അദ്ദേഹം അവകാശപ്പെട്ടത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് അടിസ്ഥാനവും. ലോകയുടെ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ പറയുന്ന കഥയും ഇതേ തിയറിയാണ്. മുമ്പത്തെ ജന്മത്തിൽ സണ്ണി ഒരു ബ്രിട്ടീഷ് സോൾജർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീനിലും ക്ലൈമാക്സ് സീനിലും സണ്ണിയുടെ ഷൂട്ടിംഗ് സ്കിൽസ് കാണിക്കുന്നുണ്ട്. ഈ സീനിൽ വേണു കാണുന്ന സിനിമ 1984 ഇറങ്ങിയ കടമ്പറ്റത്തച്ഛനാണ്. ആ സമയം സണ്ണിയെ കാണാനായി ചന്ദ്ര വരുന്നുണ്ട്. ഈ ഷോട്ടിൽ ആ സിനിമയിലെ കള്ളിയങ്കാട്ട് നീലിയും ഈ സിനിമയിലെ നീലിയും ഒരുമിച്ച് കാണിക്കുന്നുണ്ട്. ചന്ദ്ര തന്നെയാണ് നീലി എന്നൊരു ഫോർഷാഡോയിങ് ആയിരുന്നു ഈ സിനിമയുടെ റെഫറൻസിലൂടെ കാണിച്ചത്. ഈ സീനിൽ വേണു ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. അത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ യക്ഷി എന്ന നോവലാണ്. ഈ ബുക്ക് ആ റൂമിൽ ഇരിക്കുന്നത് സിനിമയുടെ തുടക്കത്തിൽ ജസ്റ്റ് ഒരു മിന്നായം പോലെ കാണിക്കുന്നുണ്ട്. നൈജിലിനെ ഇടയ്ക്കിടയ്ക്ക് കാണാതാവുന്ന ഒരു ക്യാരക്ടറാണ് നൈജിൽ എന്ന് ഡീറ്റെയിൽ ചെയ്യുന്നത് പോലെ 404 എന്ന ലോക്കറ്റുള്ള മാല ഇട്ടിരിക്കുന്നതായി കാണാം. ഈ സിനിമയിൽ ഒരുപാട് സിനിമകളുടെ ഇൻസ്പിറേഷൻസ് ഉണ്ടെന്ന് ഡയറക്ടറും റൈറ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഒരു റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീടിന്റെ ഇൻസ്പിറേഷൻ വന്ദനം സിനിമയിൽ നിന്നാണെന്ന് ഡൊമിനിക് പറഞ്ഞിരുന്നു. വന്ദനം സിനിമയുടെ പോസ്റ്റർ ഈ ഫ്രെയിമിൽ കാണാം. അതേപോലെ ഇൻസ്പയർഡ് ആയ മറ്റു കുറച്ച് സിനിമകളുടെ പോസ്റ്ററുകളും കാണാം. ഡ്രാക്കുള, ലവ് നെവർ ഡൈസ്, സ്നാച്ച്, ബ്ലേഡ് റണ്ണർ എന്നീ സിനിമകളുടെ പോസ്റ്ററുകളും കാണാം. ഈ സീനിൽ റെസ്റ്റോറന്റിന്റെ ബാക്കിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ ഗ്രാഫിറ്റി ആർട്ടുകൾ കാണാം. അതിൽ ഇവിടെ ചാപ്റ്റർ 2 എന്ന് എഴുതിയ ശേഷം ഒരു കണ്ണട കാണിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 2 ചാത്തനെ കുറിച്ചാണ് എന്ന് നമുക്കറിയാം. ചാത്തൻ ഉപയോഗിക്കുന്ന കണ്ണടയായിരിക്കാം ഫോർഷാഡോയിങ് പോലെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ മൈക്കിളിന്റെ കീ ചെയിനിലുള്ള അതേ കുട്ടിച്ചാത്തന്റെ രൂപം പോലെയുള്ള ഒരു ഗ്രാഫിറ്റി വർക്കും കാണാം. ഈ സീനിൽ ആസിഡ് എടുത്ത് ഒഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ചന്ദ്ര ആദ്യമായി അഗ്രസീവായി പ്രതികരിക്കുന്നതും ശക്തി കാണിക്കുന്നതും. അപ്പോൾ ഷീ ഈസ് കമ്മിങ് എന്ന് എഴുതിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതായിരുന്നു ചന്ദ്ര നീലിയായി മാറുന്ന മൊമെന്റ്. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. സിനിമയുടെ ഫസ്റ്റ് സീനിൽ കാണിക്കുന്ന ഈ ലേഡിയുടെ ഡ്രസ്സിൽ ഒരു ആനയുടെ സിമ്പിൾ ഉണ്ട്. അതേപോലെ മൂത്തോന്റെ വടിയിലും ഒരു ആനയുടെ സിമ്പിൾ ഉണ്ട്. ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ കാണിക്കുന്ന ഗ്രഹത്തിലെ ഇല്ലസ്ട്രേഷൻ സൂക്ഷിച്ചു നോക്കിയാൽ കുറച്ച് ആനകൾ നടന്നു പോകുന്നതായി കാണാം. ആ ഗ്രഹത്തിന്റെ ഒരു സിംബോളിക് മൃഗമായിരിക്കാം ആന, അല്ലെങ്കിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന മാമൂത്തുകൾ. അതുകൊണ്ട് തന്നെ ഈ ലേഡി ഇഷ്താറിന്റെ ആളായിരിക്കാം. ഓപ്പണിംഗ് ക്രെഡിറ്റ് സീനിൽ ഈ ഇല്ലസ്ട്രേഷനിൽ ഒരാളെ ഗുഹയിൽ കുടുക്കിയ ശേഷം മറ്റൊരാൾ ഓടി രക്ഷപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്. ഈ ഓടി രക്ഷപ്പെടുന്ന രൂപം കണ്ടിട്ട് മൈക്കിൾ ആവാനാണ് സാധ്യത. ആ ഗുഹയിൽ ചേട്ടൻ ചാത്തനെ തളയ്ക്കാൻ കത്തനാരെ സഹായിച്ചത് മൈക്കിൾ ചാത്തനായിരിക്കാം. അത് കാരണം മൈക്കിളിനോടും ചേട്ടൻ ചാത്തന് പകയുണ്ട്. അതുകൊണ്ടാണ് ഈ സീനിൽ ആ ഗുഹയിൽ കണ്ട രൂപത്തെ കാണിക്കുമ്പോൾ മൈക്കിൾ ടെൻഷൻ ആവുന്നതും വിരലിൽ കറക്കിക്കൊണ്ടിരുന്ന കോയിൻ കയ്യിൽ നിന്ന് വീണു പോകുന്നതും. ബർത്ത്ഡേ പാർട്ടിക്ക് ചന്ദ്ര വരുമ്പോൾ സണ്ണി അകത്തേക്ക് വിളിച്ച ശേഷമാണ് ചന്ദ്ര ഫ്ളാറ്റിനുള്ളിലേക്ക് കയറിയത്. ഇത് ഫിക്ഷൻ വാമ്പയർ സ്റ്റോറീസിൽ വാമ്പയേഴ്സിന്റെ പൊതുവെ ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ആ ഫംഗ്ഷൻ ഇരിക്കുമ്പോൾ രൂപ എന്ന പെൺകുട്ടി ഡ്രിങ്ക് ഓഫർ ചെയ്യുമ്പോൾ ചന്ദ്ര വേണ്ട എന്ന് പറയുന്നുണ്ട്. പോയിട്ട് ബ്ലഡ് കൊണ്ടുവരണം മിസ്റ്റർ. ഇനി ദുൽഖറിന്റെ കഥാപാത്രമായ ചാർലി എന്ന ഒടിയനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഒടിയന്മാർക്ക് പട്ടി, പൂച്ച, കാള, കുറുക്കൻ തുടങ്ങിയ മൃഗങ്ങളായി മാറാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ രൂപം മാറുമ്പോൾ എന്തെങ്കിലും ഒരു വൈകല്യം ആ മൃഗങ്ങൾക്കുണ്ടാവും. ഈ സീനിൽ ചന്ദ്രയെ വില്ലന്മാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കാലില്ലാത്ത പട്ടി അവിടെ നിൽക്കുന്നതായി കാണാം. എന്നാൽ ക്ലൈമാക്സിൽ ദുൽഖർ ആ പട്ടിയുമായി ഒരുമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ ലോക യൂണിവേഴ്സിൽ മൃഗങ്ങളായി മാറാനും അതേസമയം തന്നെ മനുഷ്യന്റെ രൂപത്തിൽ നിൽക്കാനും ഒടിയന് കഴിയുമായിരിക്കും. അതുമാത്രമല്ല ജാങ്കോ എന്ന ഈ പൂച്ചയ്ക്ക് കേൾവിശക്തിയില്ല. ഒരുപക്ഷെ ഈ പൂച്ചയും ഒടിയൻ
ഇവനായിരിക്കാം. ക്ലൈമാക്സിൽ മൈക്കിൾ ചന്ദ്രയോട് പറയുന്നുണ്ട് ഒരു ബേബി സിറ്റിംഗ് ജോലി വന്നിട്ടുണ്ട് എന്ന്. അത് ഈ കുട്ടിയായിരിക്കാം. എന്തോ ഒരു മെഡിക്കൽ കണ്ടീഷനിലാണ് ഈ കുട്ടി. അതിന്റെ ട്രീറ്റ്മെന്റിനോ മറ്റോ ആയിരിക്കാം വിജയരാഘവന്റെ കഥാപാത്രം നാഞ്ചിയപ്പയുടെ ബ്ലഡ് കളക്ട് ചെയ്ത് കൊണ്ടുപോയത്. ഈ കുട്ടി അടുത്ത പാർട്ടിൽ ചാത്തൻ മൈക്കിളിനോടൊപ്പം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.